കൃഷ്ണൻ, റോഷിപാൽ, പ്രതിപക്ഷം പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ഇപ്പോൾ ലീഗും കോൺഗ്രസും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സുജയ, സംശയവുമില്ല. കാരണം ഇത് സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വർധനവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആ നിലയിൽ തന്നെ വിഷയത്തെ കണ്ട് അതിശക്തമായി സർക്കാരിനെതിരെ തിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 16 പൈസ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ അടുത്ത വർഷത്തേക്ക് കൂടി വർധനവ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത വർഷം 9 പൈസ വർദ്ധിപ്പിക്കുന്നു. അതിന് പുറമെ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ പോലും നേരിട്ട് ഈ വർധനവ് ബാധിക്കും. കാരണം അവർക്ക് പരമാവധി 40 യൂണിറ്റ് വരെ മാത്രമേ ഈ വർധനവ് ബാധിക്കാതിരിക്കുകയുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലയും ബാധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഡിസംബർ 5-ാം തീയതി, അതായത് ഇന്നലെ മുതൽ വരുന്ന നിരക്ക് വർധന എന്ന് പറയുന്നത് 2025 മാർച്ച് 31 വരെയാണ്. അത് 16 പൈസ. അത് കഴിഞ്ഞ് ഏപ്രിൽ 1 മുതൽ അടുത്ത 12 പൈസയുടെ വർധന 2025-26 സാമ്പത്തിക വർഷത്തെ. അപ്പോൾ അടുത്ത 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടി വരിക 16 + 12 28 പൈസയുടെ വർധനയാണ്. 3 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ 16 പൈസ എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്.